പക്ഷെ കറക്റ്റ് ചെയ്യാൻ പറ്റുമോ? വെറുതെ എന്നിട്ട് ചാടിക്കരുത്. നമുക്കൊന്നുകൂടെ നോക്കാം. നോക്കാം. താതകണ്വൻ തപോഭൂവിൽ നിന്ന് ഇനി മടങ്ങിയെത്തിയില്ലേ ശകുന്തളെ? ഇനി മടങ്ങിയെത്തിയില്ലേ ശകുന്തളെ? ഡയലോഗ് പറയൂ. എനിക്ക് അറിഞ്ഞൂടാ. അറിയില്ലേ? ഇന്ന് രണ്ടിലൊന്ന് തീരുമാനം. എവിടെ എന്റെ തന്ത? താതകണ്ഠൻ തപോഭൂവിൽ. താതകണ്ഠൻ നിന്റെ എവിടെ കേക്കൊട്ടെ. ആ പൊണ്ണത്തടിയും ഗോതമ്പ് ദോശയ്ക്കടിയിൽ ഒരു കത്ത് വെച്ച ഉടനെ ഞാനങ്ങ് മയങ്ങി പോകുന്നു നിങ്ങൾ കരുതിയോ? സത്യം പറ, വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ നീ അവനെ പ്രോത്സാഹിപ്പിച്ചോ? യേശുക്രിസ്തു ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? ഭാര്യയെ അവിശ്വസിക്കുന്നവൻ ചൊറി പിടിച്ച് ചാവുന്ന. എന്നാ നീ എന്റെ തലയെ തൊട്ട് സത്യം ചെയ്യ്, അവനിലേക്ക് നിന്റെ മനസ്സ് ചാഞ്ഞിട്ടില്ലാന്ന്. ആ മണ്ടം വക്കീലിലേക്കല്ല, മമ്മൂട്ടിയോടോ മോഹൻലാലിനോടോ പോലും എന്റെ മനസ്സ് ചാഞ്ഞിട്ടില്ല. ഇനി ചായവേ. ലിപ്ലോക്ക് ഒഴിവാക്കിയത് കൊണ്ട് തന്നെ 500 കോടി കയറുന്ന പല സിനിമയിൽ 100 കോടി തന്നിട്ടുണ്ട്. അതേ സിനിമ. ഉദാഹരണത്തിന് ദേശാടനം സിനിമ. ദേശാടനം സിനിമയിൽ എവിടെയാണോ ലിപ്ലോക്ക് കയറ്റാൻ? എവിടെയാണോ സെൻസ് വേണോ? സെൻസ് വേണം. ദേശാടനം സിനിമയിൽ വിജയരാഘവന്റെ ഉണ്ണി പുറത്തേക്ക് പോകുന്ന പരിപാടിയില്ലേ? എന്താണ്? വിജയരാഘവന്റെ മകൻ ഉണ്ണി ദേശാടനത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകത്തില്ലേ? അവിടെ ഉഗ്രൻ ഒരു ലിപ്ലോക്ക് ഇടായിരുന്നല്ലോ. അവിടെ എങ്ങനെയാണോ ലിപ്ലോക്ക് സിംഗ്? ഈ കൊച്ചിറങ്ങി പോകുമ്പോൾ ദുഃഖത്തോടെ വിജയരാഘവനും ഭാര്യയും കൂടി കെട്ടിപ്പിടിച്ച് നിൽക്കുമല്ലോ, കരഞ്ഞ്. അവിടെ നൈസായിട്ട് ഒരു ലിപ്ലോക്ക് ലിപ്ലോക്ക് കയറ്റാൻ പറ്റുമോ സുഹൃത്ത്? അവിടെ ലിപ്ലോക്ക് ഇട്ടിരുന്നെങ്കിൽ ആ ഉണ്ണി പോയ സങ്കടവും വരുന്നു. ആ സീനൊന്ന് ബൂസ്റ്റപ്പ് ആയിരുന്നു. പേരൊന്ന് പറഞ്ഞാട്ടെ. എന്റെ പേര് ദാസ്. ദാസ്. ചന്ദ്രദാസ്. ചന്ദ്രദാസ്. രാമചന്ദ്രദാസ്. അങ്ങനെ രാമചന്ദ്രദാസ്. കല്യാണ രാമചന്ദ്രദാസ്. കാളിദാസ കല്യാണ രാമചന്ദ്രദാസ്. പട്ടാഭി കാളിദാസ കല്യാണ രാമചന്ദ്രദാസ്. വാസുദേവ കാളിദാസ പട്ടാഭി കല്യാണ രാമചന്ദ്രദാസ്. ബ്രഹ്മശ്രീ. ബ്രഹ്മശ്രീ വാഴക്കയാ അവിടെ നിന്ന്. ഇയാൾ ആധാർ കാർഡ് ഞാൻ തന്നാ മതി, ഞാൻ എഴുതി എടുത്തോളാം. ആധാർ കാർഡ് നോക്കി എഴുതാണോ? എന്നാ മടത്തി സുഖു തേണ്ടേ? ഇത്രേ ഉള്ളായിരുന്നു. രാത്രി മൊത്തം എവിടെ? ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. രാവിലെ 5 മണിക്ക് കയറി വന്നെ അറിയാവോ? ഇജി ഒരു സെക്കൻഡ്. എന്താ? ഞാൻ ഇന്നലെ രാത്രി മൊത്തം ഷമ്മാസിന്റെ വീട്ടിലായിരുന്നു. അവന്റെ അമ്മയ്ക്ക് അസുഖമായിരുന്നു. ഞാൻ ഷമ്മാസിനെ വിളിച്ചു ചോദിക്കട്ടെ. ലൗഡ് സ്പീക്കർ ഇട്. ഷമ്മാസേ, രാത്രി മൊത്തം രഞ്ജിത്ത് അവിടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നല്ലോ. ഉമ്മ ഹോസ്പിറ്റലായിരുന്നു. സോ ഞാൻ രഞ്ജിത്ത് ഇന്നലെ രാത്രി കൂട്ടിരുന്നത്. പാവം ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലേ. നല്ല നண்பൻ വേണ്ടും നിനക്ക് എന്നെ മൊത്തം സംശയമായല്ലോ രഞ്ജി. ഞാൻ എത്ര വട്ടം പറഞ്ഞു, ഒന്നുമല്ലെങ്കിലും 10-16 വർഷമായില്ല നമ്മൾ ജീവിക്കാൻ തുടങ്ങിയിട്ട്. ആ സംശയം ഉള്ളതുകൊണ്ടല്ലോ റിജി നീ ഷമ്മാസിനെ വിളിച്ച് ഒന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്ത് അല്ലേ? ഷമ്മാസേ, രഞ്ജിത്ത് രാവിലെ അങ്ങ് പോന്നായിരുന്നു ഹോസ്പിറ്റലിൽ പോണോന്ന് പറഞ്ഞിട്ട്. അവിടെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ടല്ലോ. ഇവിടെ ചായ കുടിച്ചിട്ട് ഇരിപ്പുണ്ടായിരുന്നു. ഇതാ വരുന്നുണ്ട്. ഞാൻ കൊടുക്കട്ടെ ഫോൺ. ഹലോ, റിച്ചാർഡ്സ് ഹോസ്പിറ്റൽ. വേഗം ഹൈ റേഞ്ച്